വെറുതെ ഇരുന്ന ഹൂതികളെ ചൊറിഞ്ഞ് അടിവാങ്ങുകയാണ് US. വെറും ചെറിയൊരു സായുധ ഗ്രൂപ്പിനെ പെട്ടെന്ന് അടിച്ചൊതുക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുതിയിട്ടുണ്ടാവും. എന്നാൽ USന് തെറ്റി. വലിയ നാശമൊന്നും വരുത്തിയില്ലെങ്കിലും ശക്തമായ തിരിച്ചടിയാണ് USന് തുടർച്ചയായി ഹൂതികൾ നൽകുന്നത്. ഇപ്പോഴിതാ ഹൂതികളിൽ നിന്ന് US സൈന്യത്തിന് ഇരട്ട തിരിച്ചടി നേരിട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒന്നാമതായി മറ്റൊരു MQ-9 റീപ്പർ സ്പൈ ഡ്രോൺ കൂടി ഹൂതികൾ വെടിവെച്ച് വീഴ്ത്തി. മാർച്ച് 15 ശേഷം US നേരിടുന്ന 7ാമത്തെ നഷ്ടമാണിത്. US നേവിയുടെ FA-18 സൂപ്പർ ഹോണറ്റ് യുദ്ധവിമാനവും USS ഹാരിസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്ന് കടലിൽ വീണു. ഹൂതി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള നീക്കത്തിനിടെയാണ് യുദ്ധവിമാനം തകർന്നു വീണതെന്നാണ് റിപ്പോർട്ട്. 6 മാസത്തിനുള്ളിൽ ട്രൂമാനിൽ നിന്ന് നഷ്ടപ്പെടുന്ന 2ാമത്തെ FA-18 ആണിത്. US സൈന്യത്തിന് വലിയ നഷ്ടമാണിത്. ട്രംപ് അധികാരമേറ്റ ശേഷമാണ് യമനിൽ US ആക്രമണം നടത്തിയത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു USൻ്റെ ആക്രമണം. കഴിഞ്ഞ ദിവസം യമനിലെ റാസി ഓയിൽ ഡിപ്പോയ്ക്ക് നേരെയായിരുന്നു US ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 80 പേർ കൊല്ലപ്പെട്ടു, 150 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിശക്തമായ ആക്രമണമാണ് US നടത്തിയത്. പിന്നാലെ യമൻ സായുധ ഗ്രൂപ്പും തിരിച്ചടിച്ചു. ചെങ്കടലിലെയും അറബിക്കടലിലെയും USൻ്റെ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ തിരിച്ചടിച്ചത്. ഒപ്പം ടെലവീവിന് സമീപവും ഹൂതികൾ ആക്രമണം നടത്തി. USൻ്റെ യുദ്ധക്കപ്പലായ USS കാൾ വിൻസണിൻ്റെ എസ്കോട്ട് കപ്പലിലും ചെങ്കടലിലെ USS ട്രൂമാനും നേർക്ക് ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെലവീവിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിന് സമീപമുള്ള സൈനിക കേന്ദ്രത്തിന് നേരെയായിരുന്നു ഹൂതികളുടെ ആക്രമണം. തൊട്ടു പിന്നാലെയാണ് ചെങ്കടലിലെയും അറബിക്കടലിലെയും USൻ്റെ യുദ്ധക്കപ്പലുകളും ഹൂതികൾ ലക്ഷ്യമിട്ടത്. ആദ്യമായാണ് USS കാൾ വിൻസന്റെ നേർക്ക് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. നേരത്തെ തന്നെ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന USS ട്രൂമാന് നേരെ നിരന്തരം ആക്രമണം നടത്തുകയാണ് ഹൂതികൾ. US ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയത് USS ട്രൂമാനിൽ നിന്നായിരുന്നു. US ആക്രമണം തുടർന്നാൽ തിരിച്ചടി ശക്തമാക്കുമെന്ന് ഹൂതി നേതാവ് യഹിയ സാരി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ പ്രതികരണമായാണ് ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ഗസ യുദ്ധം തുടരുന്നതിനിടെ നിരവധി അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചു. ചെങ്കടലിൽ US നാവിക കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങളിൽ ചൈനയുടെ സഹായം ഹൂതികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന ആരോപണം US അടുത്തിടെയാണ് ഉയർത്തിയത്. ചൈനയുടെ സഹായമെന്ന് പറഞ്ഞാൽ ചൈനീസ് ഉപഗ്രഹ കമ്പനിയായ ചാങ് ഹുവാങ് സാറ്റലൈറ്റ് ടെക്നോളജി ഹൂതികളെ പിന്തുണയ്ക്കുന്നുവെന്നാണ് US ആരോപിച്ചത്. ചൈനീസ് സൈന്യവുമായി ബന്ധമുള്ള കമ്പനിയാണിത്. ഈ കമ്പനി US യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുന്നതിന് നിർണായക ചിത്രങ്ങൾ നൽകിയതായി US ആരോപിച്ചു. USൻ്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ചൈന കമ്പനിയെ പിന്തുണയ്ക്കുന്നത് തുടരുകയാണെന്നാണ് USൻ്റെ വിമർശനം. പിന്നാലെ ആരോപണങ്ങൾ നിഷേധിച്ച് ചൈനീസ് എംബസിയും രംഗത്തു വന്നു. ഉപഗ്രഹ വിവരങ്ങൾ കമ്പനി ഹൂതികൾക്ക് നൽകുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് എംബസി അവകാശപ്പെട്ടത്. എന്നാൽ ചാങ് ഹുവാങ് സാറ്റലൈറ്റ് കമ്പനി വിഷയത്തിൽ പ്രതികരിച്ചില്ല. സുരക്ഷാ വ്യാപാര വിഷയങ്ങളിൽ USഉം ചൈനയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നത്.